നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിലെ 40 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവരോടും രക്തപരിശോധനയ്ക്കായി മുന്നോട്ട് വരണമെന്ന് NHS അഭ്യർത്ഥിക്കുന്നു. UK-യിലെ 40 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവരോടും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് സൗജന്യ ആരോഗ്യ പരിശോധനകൾക്കായി മുന്നോട്ട് വരണമെന്ന് NHS അഭ്യർത്ഥിക്കുന്നു. ഹെൽത്ത് ചെക്കപ്പുകൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്തുകയും ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, ടൈപ്പ് 2 പ്രമേഹം, ഡിമെൻഷ്യ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് തിരിച്ചറിയാനും കഴിയും. പരിശോധനയിൽ ലൈഫ് സ്റ്റൈൽ ക്വസ്റ്റിനെയർ, ബ്ലഡ് പ്രഷർ മെഷർമെന്റ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ് അസസ്മെന്റ്, കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള പരിശോധനകളും ഉൾപ്പെടുന്നു. 50 വയസ്സ് കഴിഞ്ഞവർ ഹൈവേ കോഡ് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് സർവേ റിപ്പോർട്ട്. UK-യിലെ റോഡ് ഉപയോഗിക്കുന്നവരുടെ സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഗൈഡ് ലൈനാണ് ഹൈവേ കോഡ് എന്ന് പറയുന്നത്. ഈ അടുത്ത സമയങ്ങളിൽ പല പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളിലെ മാറ്റങ്ങളുമാണ് ഹൈവേ കോഡിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പലരും ഇത്തരത്തിലുള്ള നിയമത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യമെന്ന് ഏജ്കോ എന്ന കമ്പനി നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽപ്പെടുന്ന നിയമങ്ങളിൽ ഒന്നാണ് ഡച്ച് റീച്ച് റൂള്. ഈ നിയമത്തിൽ പറയുന്നത് കാറുകൾ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവർമാരും യാത്രക്കാരും വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ അവരുടെ എതിർവശത്തുള്ള കൈകൊണ്ട് വേണം വാതിലിൻ്റെ ഹാൻഡിൽ വലിച്ചു തുറക്കേണ്ടത് എന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ യാത്രക്കാരൻ്റെ ശരീരം പകുതി പുറകിലേക്ക് തിരിയും. അങ്ങനെ യാത്രക്കാരന് കാറിൻ്റെ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇക്കാര്യത്തെക്കുറിച്ച് 50 വയസ്സിന് മുകളിലുള്ള ഡ്രൈവർമാരിൽ പകുതി ആളുകൾക്കും ഈ ഹൈവേ കോഡിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലായിരുന്നുവെന്ന് ഏജ്കോ പറഞ്ഞു. പാർക്കിംഗ് റൂൾ 239-ന്റെ ഭാഗമായിട്ടാണ് ഡച്ച് റീച്ച് റൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂൾ 239-ൽ പറഞ്ഞിരിക്കുന്ന മറ്റ് പ്രധാന പോയിന്റുകൾ ഇവയാണ്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ കഴിയുന്നത്ര റോഡിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്തിട്ടുള്ള പാർക്കിംഗ് ബേയിലോ അല്ലെങ്കിൽ വൈറ്റ് ലൈൻ ഇല്ലാത്ത റോഡിലോ ആയിരിക്കണമെന്നാണ്. എന്നാൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ടി വന്നാൽ ട്രാഫിക് ഫ്ലോയുടെ എതിർദിശയിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. കഴിയുന്നത്ര റോഡ് അരികിലേക്ക് വേണം വാഹനം പാർക്ക് ചെയ്യാൻ. ബ്ലൂ ബാഡ്ജുള്ള വാഹനങ്ങളുടെ അടുപ്പിച്ച് പാർക്ക് ചെയ്യരുത്. വാഹനം പാർക്ക് ചെയ്താൽ ഉടൻ തന്നെ എഞ്ചിൻ, ഹെഡ്ലൈറ്റ്, ഫോഗ് ലൈറ്റ് എന്നിവ ഓഫ് ചെയ്യേണ്ടതാണ്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് ഹാൻഡ് ബ്രേക്ക് ഇടേണ്ടതാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റു വാഹനങ്ങളെയോ സൈക്കിൾ യാത്രക്കാരെയോ കാൽനട യാത്രക്കാരെയോ മുട്ടാതെ ശ്രദ്ധിച്ചു വേണം കാറിന്റെ വാതിൽ തുറക്കാൻ. വാഹനത്തിലുള്ള കുട്ടികൾ കഴിയുമെങ്കിൽ ഉള്ള സൈഡിലേക്ക് വേണം വാതിൽ തുറന്നിറങ്ങാൻ. വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. വാഹനം ലോക്ക് ചെയ്യുക. ഇവയെല്ലാമാണ് റൂൾ 239-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോയൽ മെയിലിന്റെ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാൻ ആമസോൺ ഒരുങ്ങുന്നു. കാൽനടയായി പാഴ്സലുകൾ ഡെലിവറി ചെയ്യാനാണ് ആമസോൺ ഒരുങ്ങുന്നത്. 2040 ആകുമ്പോഴേക്കും ആമസോൺ ഒരു കാർബൺ ന്യൂട്രൽ കമ്പനിയാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. ഈ പദ്ധതി പ്രകാരം ലണ്ടനിലെ ഹാക്കണി, വെസ്റ്റ്മിൻസ്റ്റർ, ഇസ്ലിംഗ്ടൺ എന്നിവിടങ്ങളിലെ ഡെലിവറി അസോസിയേറ്റ്സുകൾ ട്രോളി കാർട്ടുകളിൽ ഡെലിവറി പാക്കേജുകൾ നിറച്ച് റോഡിലൂടെ കൊണ്ടായിരിക്കും വീടുകളിലും ഓഫീസുകളിലും ഡെലിവറി ചെയ്യുക. ഡെലിവറിക്കായി ഉപയോഗിക്കുന്ന വാനുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. എന്നിരുന്നാലും ഡെലിവറിയിൽ ഒരു താമസവും ഉണ്ടാകില്ലെന്നാണ് ആമസോൺ അവകാശപ്പെടുന്നത്. മൊബൈൽ ബ്രോഡ്ബാൻഡ് കോൺട്രാക്ട് പീരീഡിലെ ബിൽ വർധനയ്ക്കായി ഇന്നു മുതൽ പുതിയ നിയമം. ബ്രോഡ്ബാൻഡ് മൊബൈൽ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമം ഇന്നു മുതൽ നിലവിൽ വരികയാണെന്ന് മണി സേവിംഗ്സ് എക്സ്പേർട്ടായ മാർട്ടിൻ ലൂയിസ് ഓർമ്മിപ്പിക്കുന്നു. കോൺട്രാക്ട് പീരീഡിൽ പണപ്പെരുപ്പത്തിന്റെ അനുപാതത്തിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിൽ നിന്നും ടെലികോം കമ്പനികളെ നേരത്തെ ഓഫ്കോം വിലക്കിയിരുന്നു. ഇത്തരത്തിലുള്ള വർധനവ് ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നായിരുന്നു ഓഫ്കോം കാരണമായി പറഞ്ഞത്. ഓരോ വർഷവും പണപ്പെരുപ്പം എത്രയായിരിക്കുമെന്നറിയാൻ ആകില്ല എന്നതിനാൽ അതിനു പകരമായി പൗണ്ടിലും പെൻസിലും വില വർദ്ധിപ്പിക്കാനാകുമെന്നായിരുന്നു നിർദ്ദേശം. ITVയിലെ മണി ഷോയിൽ സംസാരിക്കവേ പുതിയ നിയമത്തെക്കുറിച്ച് വിശദീകരിച്ച മാർട്ടിൻ ലൂയിസ് പറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ഭാവിയിലും വൻതുക ബില്ലായി വരാൻ സാധ്യതയുണ്ടെന്നാണ്. പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിൽ ബിൽ തുക വർദ്ധിപ്പിക്കാനാകും. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇക്കാര്യത്തിൽ സുതാര്യത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ലൂയിസ് പറഞ്ഞു. നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ 30 ദിവസത്തിനകം നിങ്ങൾക്ക് സേവനങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനുള്ള അവസരവുമുണ്ട്. ഇന്ത്യൻ എയർലൈനുകൾ ജനുവരി മുതൽ ഹാൻഡ് ബാഗേജ് നിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചു. വിമാനയാത്രികർക്ക് കൂടെ കരുതാവുന്ന ഹാൻഡ് ബാഗേജിന്റെ കാര്യത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ്. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന കമ്പനികൾ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ എളുപ്പത്തിലാക്കുകയും തിരക്ക് കുറയ്ക്കുകയും ലക്ഷ്യമിട്ടാണ് ഈ നടപടി. വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ സമീപകാലത്ത് വലിയ വർധനവുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് BCAS-ഉം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും ഹാൻഡ് ബാഗേജിന്റെ കാര്യത്തിൽ കർശന നടപടികൾക്ക് ഒരുങ്ങുന്നത്.
പുതിയ നിയമം അനുസരിച്ച് യാത്രക്കാർക്ക് ഒരു ഹാൻഡ് ബാഗേജ് ക്യാബിൻ ബാഗോ മാത്രമേ കൂടെ കരുതാനാകൂ. എക്കണോമി, പ്രീമിയം എക്കണോമി ക്ലാസ്സിൽ 7 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം കൂടാൻ പാടില്ല. ബിസിനസ് ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ഭാരപരിധി 10 കിലോഗ്രാമാണ്. ബാക്കി എല്ലാ ബാഗുകളും ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. ഹാൻഡ് ബാഗേജിന് പരമാവധി ഉയരം 55 സെൻറ്റിമീറ്റർ, നീളം 40 സെൻറ്റിമീറ്റർ, വീതി 20 സെൻറ്റിമീറ്റർ എന്നിവ പാടുള്ളൂ. യാത്രികർ കൂടെ കരുതുന്ന ഹാൻഡ് ബാഗേജിൻ്റെ വലിപ്പമോ ഭാരമോ അധികമാണെങ്കിൽ അധിക ബാഗ് ചാർജ് നൽകേണ്ടി വരും. 2024 മെയ് 2 മുൻപ് ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമാകില്ല. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.